വർക്കിലെ പല കാര്യങ്ങളും ആലോചിച്ച് ഇത്തിരി ഡൗൺ ആയിരുന്ന ടൈമിൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഞാൻ വായിക്കാനെടുത്ത ബുക്കാണ് ദ റെസ്ക്യൂ ബൈ നിക്കോളാസ് സ്പാർക്സ്. ഇതൊരു റൊമാൻറ്റിക് ഫിക്ഷൻ നോവലാണ്. ഇന്നത്തെ വീഡിയോ ദ റെസ്ക്യൂ എന്ന ബുക്കിന്റെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ വീഡിയോ ആണ്. ബുക്ക് റിലേറ്റഡ് കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്ന ചാനലാണിത്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇൻ കേസ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ബുക്ക് വാങ്ങി വായിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആസ് എ സിമ്പിൾ ഓഫ് സപ്പോർട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ബുക്കിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങുക. അഫിലിയേറ്റ് ലിങ്ക് ആണ്. നിങ്ങളുടെ അടുത്തൊന്നും എക്സ്ട്രാ കാശൊന്നും പോവില്ല. ഓൾസോ എനിക്ക് ചെറിയൊരു കമ്മീഷനും കിട്ടും. കൂടുതൽ ബുക്ക് റിലേറ്റഡ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് എനിക്കിതൊരു ചെറിയ സപ്പോർട്ടായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് ഈ ബുക്കിന്റെ പ്ലസസ് നോക്കാം. ഇതൊരു ഈസി റീഡ് ആയിട്ടുള്ള ബുക്കാണ്. സ്റ്റോറിക്ക് നല്ലൊരു ഫ്ലോ ഉണ്ട്. നല്ലൊരു സ്റ്റോറി നറേഷന് എപ്പോഴും ഒരു പാറ്റേൺ ഉണ്ടാവും. അപ്പ് 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 ഡൗൺ, അപ്പ് 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 ഡൗൺ എന്ന്. അതാണ് റീഡേഴ്സിനെ പിടിച്ചിരുത്തുന്ന ഒരു ട്രിക്ക്. അത് ഈ ബുക്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. റൊമാൻറ്റിക് ഫിക്ഷൻ ആണെങ്കിലും അടുത്തത് എന്ത് സംഭവിക്കും, എന്താണ് ഈ ക്യാരക്ടർ ഇങ്ങനെ എന്നൊരു ക്യൂരിയോസിറ്റിയിൽ വേഗം വായിച്ചു പോകുന്ന ഒരു ബുക്കാണിത്. ഒരു റൊമാൻറ്റിക് പേജ് ടേണർ എന്ന് തന്നെ പറയാം. ഇൻ കേസ് നിങ്ങൾ ഒരു ബിഗിനർ ആണ് ഓർ ഫോറിൻ ഓതേഴ്സിന്റെ ബുക്സ് വായിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ നിക്കോളാസ് സ്പാർക്സ് എന്ന ഓതറിന്റെ ബുക്സ് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് ലൈറ്റ് അല്ല, എന്ന അത്ര കട്ടിയും അല്ല. നിക്കോളാസ് സ്പാർക്സിന്റെ ചില ബുക്സ് ഒക്കെ മൂവി ആയിട്ടും വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം എനിക്ക് എടുത്തു പറയാനായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബുക്കിലൂടെ ഞാൻ പഠിച്ച ലെസൺ ഓർ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു മെസ്സേജ്. അതെന്താണെന്നാൽ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ നമ്മളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ആരോടും ഷെയർ ചെയ്യാതെ എല്ലാം മനസ്സിൽ തന്നെ ഇട്ട് അതിന്റെ ഒരു ഇമോഷണൽ ബാഗേജ് ചിലപ്പോൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള പ്രസന്റ് ലൈഫ് നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, നമ്മുടെ ഇമോഷണൽ ബാഗേജ് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ലവ്ഡ് വൺസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വരെ ഡാമേജ് ചെയ്തേക്കാം. മിക്ക സമയങ്ങളിലും അതിനെക്കുറിച്ച് കൂടെയുള്ള ഒരു ഫ്രണ്ട് ഓർ ലൈഫ് പാർട്ട്ണറുടെ അടുത്ത് ഒന്ന് ഉള്ളു തുറന്ന് ഷെയർ ചെയ്താൽ തന്നെ നല്ലൊരു റിലീഫ് കിട്ടും. ബട്ട് അത് ഒരുപാട് പേരും ചെയ്യില്ല, എസ്പെഷ്യലി ആണുങ്ങൾ. അവർ അവരുടെ ഒരു നേച്ചർ അനുസരിച്ച് അതൊക്കെ മനസ്സിലിട്ട് അങ്ങനെ നടക്കും. സോ നമ്മുടെ പാസ്റ്റിലെ വൂൺസ് നമ്മുടെ പ്രസന്റ് ലൈഫിനെ അഫക്ട് ചെയ്യാതെ നമുക്ക് നോക്കാം. ഫിക്ഷൻ ബുക്സ് റീഡ് ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് ആണിത്. റിയൽ ലൈഫ് ലെസൺസ് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടും. സോ ഇതാണ് ഈ ബുക്ക് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു പാഠം. നെക്സ്റ്റ് നമുക്ക് ഈ ബുക്കിന്റെ മൈനസസ് നോക്കാം. ഈ ബുക്കിൽ എടുത്തു പറയാനായിട്ട് മൈനസസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് ഈ ഒരു മൈനസ് സെക്ഷനിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബിഗിനർ റീഡർ ആണ്, ഒരുപാട് ബുക്സ് അത്ര വായിക്കാത്ത ഒരാളാണെങ്കിൽ ഈ ബുക്കിലെ സ്റ്റോറി നല്ലപോലെ ഫീൽ ചെയ്ത് വായിക്കാനായിട്ട് പറ്റും. അതേസമയം ഒരുപാട് ബുക്സ് ഓൾറെഡി വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ സ്റ്റോറിയിലെ ചില ഭാഗങ്ങളിൽ ഇമോഷൻസ് കുറച്ചുകൂടി ഡീപ്പായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നേനെ എന്ന് തോന്നിയേക്കാം. മറ്റു ചില ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷവും അതിലെ ക്യാരക്ടേഴ്സും അവർക്ക് ഗോ ത്രൂ ചെയ്യേണ്ടി വന്ന സിറ്റുവേഷനും എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. വല്ലാത്തൊരു ഹെവി ഫീലിംഗ് ആയിരിക്കും. ബട്ട് ഈ ബുക്കിൽ അങ്ങനെയുള്ള ഡെപ്ത് ഇത്തിരി കുറവാണ്. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ്. നല്ലൊരു റൊമാൻറ്റിക് ഫിക്ഷൻ വായിക്കുമ്പോൾ കുറെ ബ്ലഷിംഗ് മൊമെന്റ്സ് ഒക്കെ വരണം, വയറ്റിൽ ഇങ്ങനെ പൂമ്പാറ്റകളൊക്കെ പറക്കണം, കുറച്ചൊക്കെ സ്പൈസി ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ബുക്ക് വായിക്കുന്നതെങ്കിൽ അതൊന്നും ഈ ബുക്കിൽ ഉണ്ടാവില്ല. ഒരു മെച്യൂർഡ് റൊമാൻസ് ആണ് ഇതിലുള്ളത്. സ്റ്റോറി നല്ലതാണ്, നല്ലൊരു റിലാക്സിംഗ് റീഡ് തന്നെയാണ് ഈ ബുക്ക്. നെക്സ്റ്റ് ദ റെസ്ക്യൂ എന്ന ബുക്കിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ് നോക്കാം നമുക്ക്. ഡെനിസ് ആൻഡ് ടൈലർ ആണ് ഈ സ്റ്റോറിയിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ്. ലേറ്റ് 20s ഡെനിസ് തന്റെ 4 വയസ്സുള്ള മോനുമായിട്ട് കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു സ്റ്റോമിൽ പെട്ട് ആക്സിഡന്റ് ആവും. ആ സ്ഥലത്ത് ഒരു ഫയർ ഫൈറ്റർ ഡെനിസിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് എത്തും. അതാണ് നമ്മുടെ കഥാനായകൻ ടൈലർ. ഡെനിസിന്റെ ലൈഫ് അത്യാവശ്യം ട്രാജിക് ആയിരുന്നു. 4 വയസ്സുള്ളപ്പോൾ അച്ഛനെ നഷ്ടപ്പെടുന്നു. ഡെനിസ് 20s കയറിയപ്പോൾ അമ്മ മരിച്ചു. ആകെ കൂടി ഡെനിസിന് സ്വന്തമായിട്ടുള്ളത് അവളുടെ മകൻ മാത്രമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്. ആക്സിഡന്റിൽ ഡെനിസിനെ പരിക്കേൽക്കും. അതിന്റെ ഷോക്കിൽ നിന്നും ബോധം തെളിഞ്ഞ് ഡെനിസ് നോക്കുമ്പോൾ തന്റെ മകൻ കയ്യില് കാറിൽ ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഡെനിസിന് വേണ്ട ഹെൽപ്പ് ചെയ്ത ആളാണ് ഫയർ ഫൈറ്റർ ടൈലർ. ടൈലറുമായിട്ട് ഡെനിസ് പിന്നെ പരിചയപ്പെടും. അവർ തമ്മിൽ ഒരു കെമിസ്ട്രി ഒക്കെ വർക്ക്ഔട്ട് ആവും. അങ്ങനെ അവരൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഫോർ സം റീസൺ ടൈലർ പതുക്കെ പുറകിലോട്ട് വലിയാൻ തുടങ്ങും. അതിനുള്ള കാരണം അറിയാതെ ഡെനിസിന് ഫുള്ള് കൺഫ്യൂഷൻ ആകും. അങ്ങനെ ടൈലറും ഡെനിസിന്റെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ? നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ടൈലർ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് കാണിക്കാത്തത്? ആക്സിഡന്റിന് ശേഷം ഡെനിസിന്റെ മകൻ കൈലിന് എന്താണ് സംഭവിച്ചത്? ദ റെസ്ക്യൂ എന്ന കഥയിൽ ആരെയാണ് ശരിക്കും റെസ്ക്യൂ ചെയ്യുന്നത്? ഇതൊക്കെയാണ് നിക്കോളാസ് സ്പാർക്സിന്റെ ദ റെസ്ക്യൂ എന്ന ബുക്കിന്റെ സ്റ്റോറി വിത്തൗട്ട് എനി സ്പോയിലേഴ്സ്. ഈ ബുക്ക് അത്യാവശ്യം നല്ലൊരു റിലാക്സിംഗ് റീഡ് തന്നെയാണ്. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.